ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിലോ 6th മൊഡ്യൂൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ടാബുലേഷൻ ഓഫ് ഡാറ്റയെ ടേബിൾ ആക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 5ാമത്തെ പാർട്ടാണ്. നമ്മളിതിനു മുമ്പ് ചെയ്ത എല്ലാ പാർട്ടുകളും ഒരു HSA മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റാക്കി നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്കത് കാണാം. ഓക്കെ, എൻ്റെ സ്ക്രീനിലും ഉണ്ടായിരിക്കുന്നതാണ്. സോ നമുക്കിന്ന് ടാബുലേഷൻ ഓഫ് ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കാം. ആദ്യം ഡാറ്റയുടെ പട്ടികയാക്കൽ, ടാബുലേഷൻ ഓഫ് ഡാറ്റ. ഒരു ഡാറ്റയിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളെ വരിയും നിരയും ഉപയോഗിച്ച് വളരെ വ്യവസ്ഥാപിതവും സംക്ഷിപ്തവും സമഗ്രവുമായി അവതരിപ്പിക്കുന്ന പ്രക്രിയയാണ് പട്ടികയാക്കൽ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം ഈ ഡാറ്റ നമുക്ക് പെട്ടെന്ന് വാല്യൂ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ ഈ കളക്ട് ചെയ്ത ഡാറ്റകളെല്ലാം എന്ത് ചെയ്യും, പട്ടികപ്പെടുത്തും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാബുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡാറ്റയിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളെ വരിയും നിരയും ഉപയോഗിച്ച് വളരെ വ്യവസ്ഥാപിതവും സംക്ഷിപ്തവും സമഗ്രവുമായി അവതരിപ്പിക്കുന്ന പ്രക്രിയയാണ് പട്ടികയാക്കൽ. ഇനി ഒരു ഡാറ്റയെ പട്ടികയാക്കുന്നതിൻ്റെയും പട്ടിക വർഗീകരണത്തിൻ്റെയും ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് അടുത്ത നമ്മളുടെ പോയിന്റ്. സങ്കീർണമായ ഡാറ്റയെ ലളിതമായി അവതരിപ്പിക്കുക. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാടുണ്ടാവും. ഓക്കെ, അത് കുറേ ഉണ്ടാവും, അതിങ്ങനെ ഒരുപാട് മറിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ലേ. അപ്പോൾ അത്തരം ഡാറ്റകൾ നമ്മൾ ടാബുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേബിളിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ ചെയ്യാൻ പറ്റും. സങ്കീർണമായ ഡാറ്റയെ ലളിതമായി അവതരിപ്പിക്കുക. താരതമ്യ പഠനം സാധ്യമാക്കുക. താരതമ്യം ചെയ്യാനൊക്കെ ടേബിൾ ആക്കി കഴിഞ്ഞാലാണ് നമുക്ക് സുഖം. അല്ലാതെ ഓരോ പേജ് മറിച്ച് നോക്കേണ്ട അതൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, താരതമ്യ പഠനം സാധ്യമാക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ അവലോകനം സാധ്യമാക്കുക. സമയവും സ്ഥലവും ഊർജവും ലാഭിക്കുക. ഓക്കെ, പട്ടികപ്പെടുത്തുമ്പോൾ സമയവും സ്ഥലവും ഊർജവും ലാഭിക്കുക. ഡാറ്റയിലെ സമാനതകളിലും വിഭിന്നതകളിലും വ്യക്തത വരുത്തുക. ചിലപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റകളൊക്കെ സെയിം ആയിട്ടുള്ള ഡാറ്റകൾ ആദ്യവും അവസാനമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്നിച്ചാവുമ്പോൾ നമുക്ക് എന്താവും, വ്യക്തത വരുത്താൻ പറ്റും. ഡാറ്റയെ ശാസ്ത്രീയമായും യുക്തിസഹമായും ക്രമീകരിക്കുക. ഡാറ്റയിലെ ഉള്ളടക്കം എളുപ്പത്തിൽ ഗ്രഹിക്കുക. ഓക്കെ, ആ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളടക്കം എന്ത് ചെയ്യാൻ പറ്റും, വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഏകമാന വർഗീകരണവും ദ്വിമാന വർഗീകരണവും, 1 വേ ആൻഡ് 2 വേ ക്ലാസിഫിക്കേഷൻ. അതിൽ ഒന്നാമത്തത് ഏകമാന വർഗീകരണം, 1 വേ ക്ലാസിഫിക്കേഷൻ. അതിനൊരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഓക്കെ, മന്ത് വെച്ചിട്ട് ഒരു ആളുകളുടെ റവന്യൂ അഥവാ അവർക്ക് കിട്ടുന്ന സാലറി, അവർക്ക് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ മന്ത് വെച്ചിട്ട് ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ, അവർക്ക് കിട്ടുന്ന റവന്യൂയെ മന്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഇത് ആക്കി. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ഒന്നേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ, എന്തിനാണ്, റവന്യൂവിനെ. ഓക്കെ, അതിനെയാണ് നമ്മൾ 1 വേ ക്ലാസിഫിക്കേഷൻ അഥവാ ഏകമാന വർഗീകരണം എന്ന് പറയുന്നത്. ഇനി ദ്വിമാന വർഗീകരണം, 2 വേ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമ്മൾ 2 എണ്ണത്തിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇന്റേണൽ എക്സ്റ്റേണൽ മാർക്കല്ല, മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെയും. നേരത്തെ നമ്മൾ റവന്യൂ എന്ന് പറയുന്ന ഒരെണ്ണത്തിനെ മാത്രമായിരുന്നു കമ്പയർ ചെയ്ത്. പക്ഷേ ഈ ടേബിളിൽ നമ്മൾ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഇന്റേണലും എക്സ്റ്റേണലും നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ 2 വേ, 2 എണ്ണമാണ് ഇവിടെ കമ്പയർ. അവിടെ വെറും റവന്യൂ ആയിരുന്നു, അതുകൊണ്ട് ഏകമാന വർഗീകരണം, 1 വേ ക്ലാസിഫിക്കേഷൻ. ഇവിടെ 2 എണ്ണം ഉണ്ട്, മാത്സും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്, അതുകൊണ്ട് 2 വേ ക്ലാസിഫിക്കേഷൻ, ദ്വിമാന വർഗീകരണം. ഓക്കെ, ഇനി പട്ടികയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ചിലപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നിട്ട് അത് ഏത് ഭാഗമാണെന്നൊക്കെ ചോദിക്കാം നമുക്ക്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം ഒന്നാമത്തത് പട്ടിക നമ്പർ, ടേബിൾ നമ്പർ. പട്ടികയുടെ നമ്പർ പട്ടികയുടെ മുകളിലോ തലക്കെട്ടിനോടൊപ്പമോ പട്ടികയുടെ താഴെ മധ്യത്തിലോ കാണാവുന്നതാണ്. നമ്മൾ ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളല്ലേ, ടേബിൾ 2.3 അല്ലെങ്കിൽ ടേബിൾ 3.1 എന്നൊക്കെ പറഞ്ഞാണ്ട്. അതിനെയാണ് നമ്മൾ പട്ടിക നമ്പർ എന്ന് പറയുന്നത്, ടേബിൾ നമ്പർ.
ഓക്കെ, അതൊന്നെങ്കിൽ മുകളിലോ അല്ലെങ്കിൽ എന്താ പറയുക ഹെഡിങ്ങിൻ്റെ കൂടെ അല്ലെങ്കിൽ താഴെ മധ്യത്തിലോ അഥവാ നടുക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി പട്ടികയുടെ തലക്കെട്ട്, ടൈറ്റിൽ ഓഫ് ദ ടേബിൾ, ആ ടേബിൾ എന്താണെന്നുള്ളതിന് നമ്മളൊരു ഹെഡിങ് കൊടുക്കണം അല്ലേ. പട്ടികയിലെ ഉള്ളടക്കത്തെക്കുറിച്ച് ലഘുവായി പ്രതിപാദിപ്പിക്കുന്ന ഒന്നായിരിക്കണം പട്ടികയുടെ തലക്കെട്ട്. ആ പട്ടിക നമ്മൾ എന്താണോ അതിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം എന്ത്, പട്ടികയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്. ഇനി പട്ടികയുടെ മുകളിൽ അല്ലെങ്കിൽ താഴെ മധ്യഭാഗത്തായിട്ടാണ് തലക്കെട്ട് നൽകാറുള്ളത്. പട്ടിക നമ്പറിനോടൊപ്പവും തലക്കെട്ട് നൽകാറുണ്ട്. അപ്പോൾ ടേബിൾ 3.1 മാർക്ക് ഓഫ് എ സ്റ്റുഡൻസ് അങ്ങനെയൊക്കെ കൊടുക്കാം നമുക്ക് അല്ലേ. അതായത് പട്ടിക നമ്പറിൻ്റെ കൂടെയും എന്ത് വരാറുണ്ട്, തലക്കെട്ട് നൽകാറുണ്ട്. അപ്പോൾ പട്ടിക നമ്പർ, പട്ടികയുടെ തലക്കെട്ട്. ഇനി നിരയുടെ തലവാചകം, ക്യാപ്ഷൻ. ഞാൻ ലാസ്റ്റ് ഒരു ടേബിൾ കാണിച്ചു തന്നിട്ട് ഓരോന്നും പറഞ്ഞുതരാം കേട്ടോ. പട്ടികയുടെ കുത്തനെയുള്ള നിരകളെ സൂചിപ്പിക്കുന്നതിന് നൽകുന്ന പേരുകളാണ് നിരയുടെ തലവാചകം. ഓക്കെ, ഒരു പ്രധാന വിലങ്ങൻ തലക്കെട്ടും അതിന് ഉപതലക്കെട്ടുകളും നൽകി വരാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ സാലറി എന്ന് മേലൊരു ഹെഡിങ് കൊടുത്തിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ താഴെ വേറൊരു കോളം വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോളം ഇങ്ങനെ വരച്ചു, എന്നിട്ട് ഇവിടെ സാലറി എന്ന് ഹെഡിങ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇതിനെങ്ങനെ കോളം ചെയ്തു, ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രധാന വിലങ്ങൻ തലക്കെട്ടും അതിന് ഉപതലക്കെട്ടുകളും നൽകി വരാറുണ്ട്. ഇനി പ്രധാന തലക്കെട്ടിനോടൊപ്പം അവയുടെ അളവിൻ്റെ യൂണിറ്റ് കൂടി പ്രതിപാദിപ്പിക്കാറുണ്ട്. അഥവാ നമ്മൾ ഹൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ, മീറ്റർ, അല്ലെങ്കിൽ അളവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലിറ്റർ എന്നിങ്ങനെയുള്ള യൂണിറ്റ് കൂടി പ്രതിപാദിക്കാറുണ്ട്. ഇനി വരിയുടെ തലക്കെട്ട്, അതിനെ സ്റ്റെപ്സ് എന്ന് പറയും. ഒരു പട്ടികയുടെ തിരശ്ചീനമായ വരികൾ തലക്കെട്ടുകളാണ് വരിയുടെ തലവാചകം. ഓക്കെ, ഇങ്ങനെ പോകുന്ന വരി, ഇതിനെയാണ് നമ്മൾ വരി എന്ന് പറയുക അല്ലേ. മറ്റത് നിര, കുത്തനെയുള്ളത് നിര. ഓക്കെ, കുത്തനെയുള്ളത് നിര, വിലങ്ങനെയുള്ളത് വരി, തിരശ്ചീനമായ വരി. ഓക്കെ, ഓരോ വരിയുടെയും ഇടത്തെ അറ്റത്താണ് ഇത് രേഖപ്പെടുത്തുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ടേബിളൊക്കെ വരക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ടേബിൾ ഇങ്ങനെ വരക്കുമ്പോൾ ഇങ്ങനെ വരക്കുമ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ അതിൻ്റെ ഹെഡിങ് കൊടുക്കുക, ഇവിടെ ഇങ്ങനെ അല്ലേ. അതിനെയാണ് നമ്മൾ വരിയുടെ, ഓരോ പട്ടികയുടെയും തിരശ്ചീനമായ വരികൾ ഓരോ വരിയുടെ ഇടത്തെ അറ്റത്താണ് ഇത് കാണപ്പെടുന്നത്. ഡാറ്റയുടെ സ്വഭാവത്തിനനുസരിച്ച് തലക്കെട്ടുകളുടെ എണ്ണം ഏറിയും കുറഞ്ഞിരിക്കും. ചിലപ്പോൾ 2 തലക്കെട്ടേ ഉണ്ടാവുള്ളൂ. ചിലപ്പം നേരത്തെ നമ്മൾ ദ്വിമാനം ഇത് കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇന്റേണൽ എക്സ്റ്റേണൽ അങ്ങനെ 2 എണ്ണമല്ലേ ഉള്ളായിരുന്നുള്ളൂ. അതിനനുസരിച്ച് ഡാറ്റയുടെ സ്വഭാവത്തിനനുസരിച്ച് തലക്കെട്ടുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പം നിരയുടെ തലവാചകം, വരിയുടെ തലവാചകം. നിരയുടെ തലവാചകത്തിന് പറയുന്ന പേര് ക്യാപ്ഷൻ, വരിയുടേത് സ്റ്റബ്സ്. ഓക്കെ, അത് രണ്ടും മാറരുത്. അടുത്ത് ഉള്ളടക്കം, ബോഡി. ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. ആ ടേബിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഉള്ളടക്കം എന്ന് പറയുന്നത്. നിരയുടെ തലവാചകത്തിൻ്റെയും തലക്കെട്ടുകളുടെയും വരിയുടെ തലവാചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ സംഖ്യാവിലകളായിരിക്കും ഒരു പട്ടികയുടെ ഉള്ളടക്കം. വരികളുടെയും നിരകളുടെയും തുക ഏറ്റവും അവസാനത്തെ നിരയിൽ അല്ലെങ്കിൽ വരിയിൽ സൂചിപ്പിച്ചിരിക്കും. അതായത് ടോട്ടൽ നമ്മൾ ചിലപ്പോൾ ടേബിളിൽ എന്ത് ചെയ്യും, താഴെ കൊടുത്തിരിക്കും. ഇനി തലക്കുറിപ്പ്, ഹെഡ് നോട്ട്. ഒരു പട്ടികയുടെ തലക്കെട്ടിന് ചുവടെയായി തലക്കെട്ടിൽ സൂചിപ്പിച്ചിട്ടില്ലാത്തതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ വിവരങ്ങൾ നൽകാറുണ്ട്. ഇവ പലപ്പോഴും ഉള്ളടക്കത്തിലെ വിലകളുടെ യൂണിറ്റുകളെ പ്രതിപാദിപ്പിക്കുന്നവയോ മറ്റെന്തെങ്കിലും പ്രത്യേകതകളെ സൂചിപ്പിക്കുന്നവയോ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു പട്ടികയുടെ തലക്കെട്ടിന് ചുവടെയായി തലക്കെട്ടിൽ സൂചിപ്പിച്ചിട്ടില്ലാത്തതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ വിവരങ്ങൾ നൽകാറുണ്ട്. അതാണ് എന്ത്, തലക്കുറിപ്പ് എന്ന് പറയുന്നത്. ദെൻ അടിക്കുറിപ്പ്, ഫുട് നോട്ട്. ഒരു പട്ടികയുടെ അടിയിലായി നൽകുന്ന ചില അധിക വിവരങ്ങളാണ് അടിക്കുറിപ്പുകൾ. പട്ടികയുടെ തലക്കെട്ടിലും നിരകളുടെയോ വരികളുടെയോ തലക്കെട്ടുകൾ എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ അവ അടിക്കുറിപ്പിൽ പരിഹരിക്കാവുന്നതാണ്. ഇനി ഉറവിടക്കുറിപ്പ്, സോഴ്സ് നോട്ട്. ഒരു പട്ടികയുടെ സ്രോതസ് വെളിപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഉറവിട വിവരങ്ങൾ. ഒരു പട്ടികയുടെ സ്രോതസ് വെളിപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഉറവിട വിവരങ്ങൾ. അവ അടിക്കുറിപ്പിന് താഴെയായിട്ട് നൽകുന്നു. പട്ടികയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് ഇവ ഉപകരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ പട്ടികയുടെ 8 ഭാഗങ്ങൾ ഒറ്റ ഇതാക്കിയിട്ട് ഞാൻ കൊടുത്തതാണ്. പട്ടിക നമ്പർ അഥവാ ടേബിൾ നമ്പർ, പട്ടികയുടെ തലക്കെട്ട്, നിരയുടെ തലവാചകം അതിനെ ക്യാപ്ഷൻ, പിന്നെ വരിയുടെ തലവാചകം അതിനെ സ്റ്റെപ്സ് എന്ന് പറയും, ഉള്ളടക്കം ബോഡി, തലക്കുറിപ്പ് ഹെഡ് നോട്ട്, അടിക്കുറിപ്പ് ഫുട് നോട്ട്, ഉറവിടക്കുറിപ്പ് സോഴ്സ് നോട്ട്. ഞാൻ പറഞ്ഞ ഒരു ടേബിൾ ഞാൻ കാണിച്ചു തരാം എന്നുള്ളത്. ഇതാണ് ഒരു ടേബിൾ കേട്ടോ. ഫസ്റ്റ് പറഞ്ഞു
പട്ടിക നമ്പർ, ടേബിൾ നമ്പർ ഇതാ കണ്ടോ, ടേബിൾ നമ്പർ 1.1. ഇനി പട്ടികയുടെ തലക്കെട്ട് അഥവാ ടൈറ്റിൽ ഓഫ് ദ ടേബിൾ, ദാ ടൈറ്റിൽ ലിറ്ററസി ഇൻ ബീഹാർ ബൈ സെക്സ് ആൻഡ് ലൊക്കേഷൻസ്. ഓക്കെ, മെയിൽ ആൻഡ് ഫീമെയിൽ ലിറ്ററസി ആണ് അവർ പറയുന്നത്. ആ ടൈറ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാപ്ഷൻ ക്യാപ്ഷൻ കോളം ഹെഡ് നോട്ട് ക്യാപ്ഷൻ, മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഹെഡിങ് ക്യാപ്ഷൻ, ലൊക്കേഷൻ കണ്ടോ. ഇനി സ്റ്റബ് നിരയുടെ തലവാചകം കണ്ടോ, കണ്ടോ സെക്സ്, മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് ഓരോ നിരയുടെയും തലവാചകങ്ങൾ, അതിനെയാണ് നമ്മൾ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സെക്സ്, റൂറൽ, അർബൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഇതാണ് സ്റ്റെപ്സ് എൻട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഏതാ, കോളം ടോട്ടൽ പറഞ്ഞു, സ്റ്റെപ്സ് പറഞ്ഞു, ബോഡി ഉള്ളടക്കം, ഇതാണ് ഉള്ളടക്കം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസിനാണ് നമ്മൾ ഉള്ളടക്കം എന്ന് പറയുന്നത്. പിന്നെ തലക്കുറിപ്പ് ഹെഡ് നോട്ട്, ഹെഡ് നോട്ട് പെർസെൻറ്റേജിലാണ് കൊടുത്തിട്ട് എന്നുള്ളതുള്ള ഒരു ഹെഡ് നോട്ട്, അതാണ് ഹെഡ് നോട്ട് എന്ന് പറയുന്നത്. പിന്നെ അടിക്കുറിപ്പ് ഫുട്ട് നോട്ട്, ഫിഗേഴ്സ് ആർ റൗണ്ടഡ് ഇൻ ടു ഡിജിറ്റ്സ് ആഫ്റ്റർ ഡെസിമൽസ്, ഡെസിമലിന് ശേഷമുള്ളത് റൗണ്ട് ചെയ്ത് എഴുതിയ ഫിഗർ ആണ് എന്നുള്ളത് അവിടെ കൊടുത്തു. കറക്റ്റ് അല്ല, റൗണ്ടഡ് ഫിഗേഴ്സ് ആണെന്നുള്ളത്. ഇനി പിന്നെ എന്താ ഉള്ളത്, നമുക്ക് ഫൂട്ട് നോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് സോഴ്സ് നോട്ട്, സോഴ്സ് സെൻസസ് ഓഫ് ഇന്ത്യ 2011 പ്രൊഫഷണൽ പോപ്പുലേഷൻ ടോട്ടൽസ്. ഓക്കെ, അപ്പോൾ ഓരോ ടേബിൾ വെച്ചിട്ടും ആദ്യം ആ ടേബിളുകൾ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഓരോന്നും എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി സ്വഭാവ സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള വർഗീകരണം, അടുത്ത് വരുന്ന സ്വഭാവ സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള വർഗീകരണമാണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ്, ആട്രിബ്യൂട്ട്സിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സമഷ്ടിയെ രണ്ടായി വിഭജിക്കുന്ന വർഗീകരണത്തെ ഡൈക്കോട്ടമി അല്ലെങ്കിൽ ദ്വിതല വർഗീകരണം, ടു ഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. എന്താണ്, സമഷ്ടിയെ രണ്ടായി വിഭജിക്കുന്ന വർഗീകരണത്തെ, എത്രണ്ണം, രണ്ടായി വിഭജിക്കുന്ന വർഗീകരണത്തെ ഡൈക്കോട്ടമി, എന്താണ്, ഡൈക്കോട്ടമി, രണ്ട് അല്ലെ, ഡൈക്കോട്ടമി, ദ്വിതല വർഗീകരണം, ദ്വിതല വർഗീകരണം, ടു ഫോൾഡ് ക്ലാസിഫിക്കേഷൻ. കണ്ടോ, പോപ്പുലേഷനെ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞ രണ്ടെണ്ണാക്കിയിട്ട് തിരിച്ചു, അതിനെയാണ് നമ്മൾ ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. ഇനി ഒന്നിലധികം സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് വർഗീകരണം നടത്തുന്നതിന് ബഹുതല വർഗീകരണം, മെനി ഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. കണ്ടോ, പോപ്പുലേഷൻ മെയിൽ ഫീമെയിൽ, ആ മെയിലിനെ തന്നെ ലിറ്ററസി ഇല്ലിറ്ററേറ്റ്, ലിറ്ററേറ്റ് ഇല്ലിറ്ററേറ്റ്. ഓക്കെ, അങ്ങനെ തിരിക്കുമ്പോൾ അതിനെയാണ് ഒന്നിൽ കൂടുതലാണ് ഇല്ലേ, മെയിൽ തന്നെ ലിറ്ററേറ്റ് എന്ന് തിരിച്ചു, ഫീമെയിലിനെയും അതേപോലെ ലിറ്ററേറ്റ് എന്ന് തിരിച്ചു. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് മെനി ഫോൾഡ്, മറ്റത് ഡൈക്കോട്ടമി, ദ്വിതല വർഗീകരണം. ഇതോ ബഹുതല വർഗീകരണം, എന്താണ്, ബഹുതല വർഗീകരണം എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ നോക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അത് നന്നായിട്ട് വായിച്ചു നോക്കുക. ഓരോ ടേമുകളും കാര്യങ്ങളൊക്കെ മറക്കരുത്, അതിൻ്റെ മലയാളം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.